ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ 10 ലിറ്റർ നമ്മൾ തുണി കഴുകാനുള്ള ലിക്വിഡ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു 5-8 മിനിറ്റിൻ്റെ പണി മാത്രമേ ഉള്ളൂ. ബാക്കി സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണമെന്ന് മാത്രം. അപ്പോൾ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ, അതായത് 320 രൂപയ്ക്ക് നമുക്ക് 10 ലിറ്റർ പിന്നെ ലിക്വിഡ് കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ലാഭം തന്നെയാണ്. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമാണ് ഈ ഒരു പിന്നെ ക്ലോത്ത് വാഷ് ലിക്വിഡ്, അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലിക്വിഡ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലുള്ളൊരു കിറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 ലിറ്റർ സ്ലറിയും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലൊരു കാറ്റലോഗും കൂടെ ഉണ്ട്, നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പൈലറ്റ് സോപ്പ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഈങ്ങാപ്പുഴയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവിടെ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. പിന്നെ ഇതിൽ കാസ്റ്റിക് സോഡ, അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റ്, പിന്നെ നമ്മുടെ ഈ ഒരു ക്ലോത്ത് വാഷിന് കളർ നൽകാൻ വേണ്ടിയിട്ടുള്ള കളറ്, അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലിന് ആവശ്യമായിട്ടുള്ള പെർഫ്യൂം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ സ്ലറി. ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കുമ്പം അടുക്കളയിലൊന്നും വെച്ച് റെഡിയാക്കരുത്, പുറത്ത് കുട്ടികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലൊന്നും പറ്റാതെ നോക്കുക. കാസ്റ്റിക് സോഡ ആയതുകൊണ്ട് തന്നെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ കയ്യിൽ പറ്റാതെ നോക്കുക. പിന്നെ ഇതുപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു കോലോ കമ്പോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് 4 ലിറ്റർ വെള്ളത്തിൽ 4 ലിറ്റർ വെള്ളം എടുക്കുക. 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് കാസ്റ്റിക് സോഡ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് 150 ഗ്രാം കാസ്റ്റിക് സോഡ ആണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് ആ ഒരു 4 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊരു കല്ലുപ്പ് പോലെയാണല്ലോ ഇരിക്കുക, അപ്പോൾ അത് നന്നായിട്ട് വെള്ളത്തിൽ മെൽറ്റ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അന്ന് ഇളക്കിയിട്ട് അതിലിങ്ങനെ ലയിച്ച് വരുന്ന സമയത്ത് നമുക്ക് നിർത്താം. എന്നിട്ട് ഇതൊരു 6 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് അവിടേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇത് ഇത്ര തന്നെ മതിയാവും. ഇത് മെൽറ്റായി വരുമ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വരുന്നുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു ബക്കറ്റിൽ 4 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സ്ലറി ഉണ്ടല്ലോ, അതൊരു ലിറ്റർ സ്ലറി ഉണ്ട്. അപ്പോൾ 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ 1 ലിറ്റർ സ്ലറിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതും ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതും നമുക്ക് ഒരു 6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഞാൻ കുറേശ്ശായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തമായിട്ട് ആ വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു 6 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ കാസ്റ്റിക് സോഡയും അതുപോലെ തന്നെ സ്ലറിയും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. ഒരു 6 മണിക്കൂർ ഇതിങ്ങനെ തന്നെ പുറത്തെവിടെയെങ്കിലും ഒന്ന് പൊടിയൊന്നും വീഴാത്ത രീതിയിൽ ഒരു പേപ്പറോ പഴയ തുണിയൊക്കെ ഒന്നിട്ടിട്ട് ഒരു 6 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് കാസ്റ്റിക് സോഡ നന്നായിട്ട് പച്ചവെള്ളം പോലെ ആയി വന്നിട്ടുണ്ട്. പിന്നെ സ്ലറിയും നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സായിട്ട് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലറി ഞാൻ മൊത്തമായിട്ട് കാസ്റ്റിക് സോഡൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക്, ആ ഒരു കാസ്റ്റിക് സോഡ മിക്സിലേക്ക് ഈ ഒരു സ്ലറി ഞാൻ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി അതിൻ്റെ ആ ഒരു റിയാക്ഷൻ കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട് മൊത്തത്തിൽ ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു കോല് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സോഡിയം സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 100 ഗ്രാമാണ് നമ്മളുടെ കയ്യിൽ സോഡിയം സൾഫേറ്റ് ഉള്ളത്. ഇത് മൊത്തമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി വേറൊരു പാട്ടയിൽ ഞാനൊരു 750 മില്ലി വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 750 ml വെള്ളത്തിലേക്കാണ് നമ്മൾ 100 ഗ്രാം സോഡിയം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുന്നത്.
എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊരു ഫൈൻ പൗഡറായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് സ്മെല്ലിന് ആവശ്യമായിട്ടുള്ള പെർഫ്യൂമും അതുപോലെ തന്നെ കളറിന് ആവശ്യമായിട്ടുള്ള കളറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് കളറാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമും കളറും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ സ്മെല്ലിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇതും കൂടെ ഈ ഒരു കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ പണി കഴിഞ്ഞു. മൊത്തമായിട്ട് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമാണ്. നമുക്ക് വെറും 320 രൂപക്ക് 10 ലിറ്ററാണ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നല്ല അടപ്പൊക്കെയുള്ള കുപ്പി എടുത്തിട്ട് നമുക്ക് അതിലൊക്കെ നിറച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ഇതുപോലെ കിറ്റൊക്കെ ഒന്ന് വാങ്ങിയിട്ട് റെഡിയാക്കി നോക്കുക. അവരുടെ നമ്പർ ഞാനിത് അവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കിറ്റുകൾ അവരുടെ കടയിലുണ്ട്. കംഫർട്ട്, അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ്, ടോയ്ലറ്റ് ക്ലീനർ, അങ്ങനെ വേണ്ട ഒരുപാട് സാധനങ്ങൾ, സോപ്പ്, ഹാൻഡ് വാഷ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.